വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥാരൂപത്തിലുള്ള പ്രണയകഥയാണ് മതിലുകൾ. ജയിൽ ഭിത്തിക്കപ്പുറത്തിരുന്നു കൊണ്ട് പരസ്പരം കണ്ടുമുട്ടാതെയുള്ള ബഷീറിൻ്റെയും നാരായണിയുടെയും പ്രണയം നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന സഖാവ് കൃഷ്ണപിള്ളയുടെയും തങ്കമ്മയുടെയും പ്രണയമറിയുമോ? വർഷം 1940. സ്ഥലം ശുചീന്ദ്രത്തിനടുത്ത് എടലാക്കുടി ജയിൽ. സഹപാഠികൾക്കൊപ്പം തങ്കമ്മ ശുചീന്ദ്രത്തു നിന്ന് നാഗർകോവിലെ ഒരു ഹിന്ദി വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. വഴിയിൽ വെച്ച് അക്കാലത്തെ 5 രൂപ പോലീസായിരുന്ന അയ്യൻ പിള്ളയെ കണ്ടു. അയ്യൻ പിള്ള ഹിന്ദി പുസ്തകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണമെന്ന് തങ്കമ്മയോട് പറഞ്ഞു. അവിടെ ജയിലിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടിയാണെന്നും പറഞ്ഞു. തങ്കമ്മ കയ്യിലുണ്ടായിരുന്ന ചന്ദ്രഗുപ്ത എന്ന നാടകം നൽകി. 5 ദിവസം കഴിഞ്ഞ് പുസ്തകം തിരികെ വന്നപ്പോൾ പിന്നിലെ പേജിൽ ഇങ്ങനെയൊരു ചോദ്യം: ആപ്കാ നാം ക്യാ ഹേ? തടവിൽ കിടക്കുന്ന ആ ധീരനായ ദേശാഭിമാനിയെ മനസ്സിൽ സങ്കല്പിച്ച് അടുത്ത പുസ്തകത്തിൽ അതിനുള്ള മറുപടി എഴുതി: തങ്കമ്മ മേരി നാം ഹേ. അങ്ങനെ പല പുസ്തകങ്ങളിലൂടെയും തങ്കമ്മയുടെയും കൃഷ്ണപിള്ളയുടെയും പ്രണയം ഒളിച്ചു കടത്തപ്പെട്ടു. എടലക്കുടിയിൽ നിന്നും സഖാവ് പോകുമ്പോൾ കൂടെ തങ്കമ്മയും ഇറങ്ങി. സഖാവെന്ന് പറഞ്ഞാൽ മറ്റൊരാളില്ലെന്ന് പറയുന്നത് പോലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേച്ചിയെന്ന് പറഞ്ഞാൽ തങ്കമ്മയായിരുന്നു. കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചപ്പോൾ തങ്കമ്മ ശുചീന്ദ്രത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അവിടെ നീലകണ്ഠ ശർമ്മയുമായുള്ള വിവാഹത്തിൽ തങ്കമ്മയ്ക്ക് ജനിച്ച 3 മക്കളിൽ ഒരാളായിരുന്നു പിൽക്കാലത്ത് പ്രമുഖ മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റിലെ കണ്ണാടിയുടെ അവതാരകനുമായിരുന്ന TN ഗോപകുമാർ. തൻ്റെ അമ്മയാകുന്നതിന് മുമ്പ് ഒരു ചരിത്രപുരുഷൻ്റെ ഭാര്യയാകേണ്ടി വന്ന തൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ച് ENG അഭിമാനപൂർവ്വം എഴുതിയ പുസ്തകം പ്രസിദ്ധമാണ്. ശുചീന്ദ്രം രേഖകൾ. സ്വന്തം അമ്മയുടെ പ്രണയകഥ എഴുതുവാൻ മകൻ കാണിച്ച ധീരതയെക്കുറിച്ച് OV വിജയൻ ആ പുസ്തകത്തിൻ്റെ അവതാരകയിൽ തന്നെ പ്രശംസിക്കുന്നുമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റിന് ഒരു സമരകഥ മാത്രമല്ല, സമരനിർഭരമായ ഒരു പ്രണയകഥ കൂടിയുണ്ടായിരുന്നു.